ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 14. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാധന്ന സംഭവാം യജ്ഞോദ്ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. എല്ലാ ജീവികളും അന്നത്തിൽ നിന്നാണ് വളരുന്നത്. ഭക്ഷണം ഉണ്ടാകുന്നതോ മഴയിൽ നിന്നും. മഴ യജ്ഞത്തിൻ്റെ പരിണത ഫലമാണ്. എന്നാൽ യജ്ഞമോ മനുഷ്യരുടെ പ്രവർത്തികളിൽ നിന്നും ജനിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ നിർമ്മാണവും പരിരക്ഷണവും പിഴയ്ക്കാത്ത വ്യവസ്ഥകൾക്ക് വിധേയമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണിത്. അതിൽ മഴയ്ക്കും യജ്ഞത്തിനുമുള്ള പങ്കിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദേഹം ഭക്ഷണ പോഷണങ്ങളുടെ ഒരു പരിണത ഫലമാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. ജീവികളെല്ലാം ഭക്ഷണത്തിൽ നിന്നാണ് വളരുന്നത്. ആഹാരവസ്തുക്കൾ ഉണ്ടാക്കുവാൻ മഴ കൂടിയേ തീരൂ. മനുഷ്യൻ്റെ യജ്ഞശീലത്തെ അനുസരിച്ചാകും അവൻ ആവശ്യമുള്ള മഴ കിട്ടുന്നത്. മേഘങ്ങൾ പൊങ്ങിയുയർന്ന് സഞ്ചരിച്ച് ശരിയായ തോതിൽ വർഷിക്കുന്നതിൽ യജ്ഞത്തിന് കാര്യമായ പങ്കുണ്ട്. പ്രകൃതികളുടെ ഭാഗമായ മഴ പ്രവചനത്തിന് അതീതമാണ്. എന്നാൽ യജ്ഞാനുഷ്ഠാനം മേഘങ്ങളെ അനുകൂലമായി വർഷിപ്പിക്കുകയും ചെയ്യുന്നു. ബുദ്ധിപൂർവം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് ഈ ശ്ലോകം ഒരു തമാശയായി തോന്നിയേക്കാം. ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച ആർക്കും അറിയാം പദാർത്ഥത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാകുന്നത് എന്ന്. പദാർത്ഥങ്ങളെ ആഹരിക്കുവാനും ദഹിപ്പിക്കുവാനും പോഷിപ്പിക്കുവാനും സ്വാംശീകരിക്കുവാനും തക്ക നിലയിലാക്കുന്നത് മഴയുടെ പ്രവർത്തനമാണെന്നും അറിയാം. എന്നാൽ മഴയുണ്ടാകുന്നത് യജ്ഞത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പ്രയാസവുമുണ്ട്. വേദങ്ങളിൽ നിർദ്ദേശിച്ച തരം ചില യജ്ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നടത്തി മഴയെ ആവാഹിച്ചു പെയ്യിക്കാൻ ഇക്കാലത്തും ചിലയിടങ്ങളിൽ യാഗയജ്ഞങ്ങൾ നടക്കുന്നത് കാണാം. അക്ഷരാർത്ഥത്തിൽ ഈ ശ്ലോകം മനസ്സിലാക്കുന്നതുകൊണ്ട് യജ്ഞത്തിൻ്റെ വളരെ പ്രാധാന്യമായിട്ടുള്ള പങ്കിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.